എന്നെന്നും വിവാദമാവുന്ന ചില കാര്യങ്ങൾ, എന്നെന്നും സംവാദമാവുന്ന ചില കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട ഗൗരവമേറിയ ചില കാര്യങ്ങൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഒരു 9 അംഗ ബെഞ്ചിന് സമർപ്പിച്ചിരിക്കുകയാണ്. അതിൽ കേരളത്തിലെ ശബരിമലയിലെ സ്ത്രീ പ്രവേശനം, അതുപോലെ നമ്മുടെ നാട്ടിലുടനീളം നിലനിൽക്കുന്ന ആ ചേലാകർമ്മം എന്ന് പറഞ്ഞാൽ സുന്നത്ത്, അതുപോലെ സ്ത്രീകളുടെ ചേലാകർമ്മവും അതിൽ വരും. ഇങ്ങനെയുള്ള ചില ആചാരങ്ങൾ അത് മനുഷ്യാവകാശത്തിൻ്റെ ലംഘനമാണോ, സ്ത്രീ അവകാശങ്ങളുടെ ലംഘനമാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് പ്രാർത്ഥന അനുവദിക്കാത്ത ദേവാലയങ്ങളുണ്ട്. സ്ത്രീകൾ മൊത്തത്തിൽ പ്രാർത്ഥന അനുവദിക്കാത്ത, പ്രായം നോക്കിയല്ല, സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്ത പ്രാർത്ഥനാലയങ്ങൾ, ദേവാലയങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിഗണിക്കാൻ ഒരു 9 അംഗ ബെഞ്ചിന്. അപ്പം ഈ കാര്യങ്ങളിലൊക്കെയുള്ള ക്രൂരമായ നീതിയുടെ എന്ന് പറഞ്ഞ നീതി ലംഘനത്തിൻ്റെ, മനുഷ്യവിരുദ്ധതയുടെ ഒക്കെ അടിവേരതറുക്കും എന്ന് കരുതുന്നുണ്ടോ? എന്തായിരിക്കും ഇതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ? കേരള ഹൈക്കോടതിയിൽ നമുക്കറിയാം ലക്ഷക്കണക്കിന് കേസുകൾ കെട്ടിക്കിടപ്പുണ്ട്. ഇതേപോലെ തന്നെയാണ് സുപ്രീം കോടതിയിലും. കേസുകളുടെ ഒരു സമുദ്രമാണെന്നാണ് വക്കീലന്മാർ പറയുന്നത്. അതിലേക്ക് ഒരെണ്ണം വീണു പോയാൽ എന്നാണ്, എപ്പോഴാണ് അത് ലിസ്റ്റിലേക്ക് വരുന്നതെന്ന് അറിഞ്ഞുകൂടാ എന്ന രീതിയിലേക്ക്. അപ്പോൾ ഈ രീതിയിലേക്ക് പോകുന്നത് സാധാരണക്കാരുടെ കേസുകളാണ്. അതല്ലാത്ത സമ്പന്നന്മാരുടെ കേസുകൾ, അല്ലെ വിവാദമായ കേസുകൾ, അതിനെ സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളൊന്നും അല്ലെങ്കിൽ പോലും മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയാൽ ഉടനെ അടിയന്തര ബെഞ്ച് രൂപീകരിച്ച് പാതിരാത്രി ഉറക്കമിരുന്നൊക്കെ കേൾക്കുന്നൊരു രീതി. ഇതിനെതിരെയാണ് ഈ ജസ്റ്റിസ് സൂര്യകാന്തിന്റെ അദ്ദേഹത്തിന്റെ പരാമർശം വന്നത്. അദ്ദേഹം പറഞ്ഞത് ഈ കോടതികൾ, പ്രത്യേകിച്ച് സുപ്രീം കോടതി മാതൃകയാകണം. സുപ്രീം കോടതി എന്ന് പറയുന്നത് ഒരു കാഷ്വാലിറ്റി പോലെയാണ്. ഒരു ആശുപത്രിയിലേക്ക് അത്യാഹിത വിഭാഗത്തിനാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട മുൻഗണന കൊടുക്കേണ്ടത്. എന്നതുപോലെ അടിയന്തര സ്വഭാവമുള്ള കേസുകൾക്ക് പണം അല്ലെങ്കിൽ വലിയ വക്കീൽ, ഈ രീതിയിലേക്ക് കേസിനെ കൊണ്ടുപോകുന്ന ഒരു സമീപനം, അല്ലെങ്കിൽ അത് അങ്ങനെ വരുമ്പോൾ കേസ് കേൾക്കുന്ന ഒരു രീതി, ഇത് നമ്മൾ മാറ്റേണ്ടതുണ്ട്. സാധാരണക്കാരന് നമ്മുടെ കോടതികളിൽ പണമില്ലെങ്കിൽ എന്ത് നീതിയാണ് കിട്ടുന്നത്? നമ്മുടെ കോടതികൾ എന്ന് പറയുന്നത് സാധാരണക്കാരനിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന, അവൻ ഏറ്റവും പെട്ടെന്ന് അവനൊരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അവനെ കേൾക്കുന്ന, അവന് വേണ്ടി തുറന്നിരിക്കുന്ന ഒരു സംവിധാനമായി മാറണം. നിർഭാഗ്യവശാൽ അങ്ങനെയല്ല ഇപ്പോഴെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അരികുവൽക്കരിക്കപ്പെട്ടവർക്ക് മുൻഗണന നൽകുമെന്നും അദ്ദേഹം ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇത് വളരെ വിവാദപരമോ അല്ലെങ്കിൽ വിപ്ലവകരമോ ആയ ഒരു നിലപാടെന്നാണ് പറയുന്നത്. ജുഡീഷ്യറിയെ നമ്മൾ നവീകരിക്കുക അല്ലെങ്കിൽ അതിൽ മാറ്റം വരുത്തുക എന്ന് പറയുന്നത് പുറത്തുനിന്ന് നടക്കേണ്ട ഒരു കാര്യമല്ല. അത് അതിനകത്തു നിന്ന് തന്നെ സംഭവിക്കേണ്ടതാണ്. അപ്പൊ അതിലേക്കുള്ളൊരു വലിയൊരു ചുവടുവയ്പ് എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ഇതിലേക്ക് കൊണ്ടുവന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ശബരിമലയിലെ കേസ്. ശബരിമലയിലെ ആക്ച്വലി സ്ത്രീകൾക്ക് നിയന്ത്രണമാണുള്ളത്. സ്ത്രീ പ്രവേശനമില്ലാത്ത സ്ഥലമല്ലത്, പ്രായത്തിനാണ് നിയന്ത്രണം ആണ്. പക്ഷെ അത് ഭരണഘടനാപരമായ വിവേചനമല്ലേ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഹർജികളുണ്ട്. അതോടൊപ്പം തന്നെ നിലവിലുള്ള വിധിയെ, ആ വിധി വന്നതിന് ശേഷം പുനഃപരിശോധന ഹർജികൾ കൊടുത്തിട്ട് അതിൽ ഏകദേശം 10-30 സംഘടനകളും വ്യക്തികളും കക്ഷി ചേർന്നിട്ടുണ്ട് ശബരിമല കേസിൽ. ഇതിനെ ഇതുവരെ കേൾക്കാൻ തയ്യാറില്ല. അതൊരു വലിയ സമൂഹത്തെ ബാധിക്കുന്ന, ഒരുപക്ഷെ ക്രമസമാധാന പ്രശ്നം എന്ന രീതിയിൽ പോലും മാറാവുന്ന ഒരു വിഷയമാണ്. ഇതൊക്കെ ഇങ്ങനെ നിതാന്തമായ ഉറക്കത്തിലാണ്. അതേപോലെ തന്നെ മുല്ലപ്പെരിയാറിന്റെ വിഷയം നമുക്കറിയാം. എത്രയോ നാളുകളായിട്ട് ആ കേസ് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയി. പിന്നെ കേരളത്തിലെ ലാവ്ലിൻ കേസ് 40 തവണയ്ക്ക് അധികമായിട്ട് ഗിന്നസ് ബുക്കിൽ പ്രവേശനം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇതിനെല്ലാം മാറ്റം വരണം. അതിൽ അദ്ദേഹം എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ധനശേഷി നോക്കി അല്ല ചെയ്യേണ്ടത്, തുല്യത പൗരനെ നോക്കിയാണ്. ഇന്ത്യൻ പൗരന്മാരിൽ ഇപ്പോ അദാനിയുടെ അംബാനിയുടെ കേസ്, റിലയൻസിന്റെ കേസ്, ഇങ്ങനെ ഒരു കേസ് വന്നാൽ സാധാരണ ജനങ്ങൾക്ക് അതിൽ താല്പര്യമുണ്ടാകും. പക്ഷെ കോടതിക്ക് എന്താ ഇതിൽ താല്പര്യം? അയാൾ ഒരു വ്യക്തിയാണ്, മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് XY, അതും ഇന്ത്യൻ പൗരനാണ്. ഈ രീതിയിൽ കാണണമെന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ അദ്ദേഹം പറഞ്ഞത്, ഈ ശബരിമല സ്ത്രീ പ്രവേശനം സംബന്ധിച്ച വിധിയിൽ ലിംഗനീതിയുടെ പ്രശ്നമുണ്ട്. പക്ഷെ പുനഃപരിശോധന ഹർജിയിലും മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ഉൾപ്പെടെ അതിലുണ്ട്. കാരണം ഇത് കോടതിയെ പല കാര്യങ്ങളിലും തെറ്റിദ്ധരിപ്പിക്കുന്ന സംവിധാനങ്ങളുണ്ട്, അതെല്ലാം മാറണം. അതുപോലെ തന്നെ വിശ്വാസത്തിന്റെ ഒരു പ്രശ്നം വരുമല്ലോ, മതപരമായ കാര്യങ്ങളാകുമ്പോൾ വിശ്വാസത്തിന് സുപ്രീം കോടതി പിന്നെ തീരുമാനം, വിധി പറയാമോ എന്നൊരു പ്രശ്നമാണ്.
അതായത് വിശ്വാസങ്ങളിൽ ഇടപെടാൻ പാടില്ല എന്നൊരു കാഴ്ചപ്പാടാണ് അദ്ദേഹം പറഞ്ഞതിന്റെ വരികൾക്കിടയിൽ കിടക്കുന്നത്. അതായത് വിശ്വാസം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മൗലിക സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തിലേക്ക് നിയമമോ കോടതിയോ കടന്നു ചെല്ലുമ്പോൾ ഇയാൾക്ക് ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല എന്ന് പറയാം. പിന്നെ സ്വാതന്ത്ര്യം എന്താണ്? സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പരിമിതികളും നിയന്ത്രണങ്ങളും ഉള്ളതാണ്, സമ്മതിച്ചു. പക്ഷെ അവന്റെ ചിന്തകൾക്ക് പോലും ആ സ്വാതന്ത്ര്യം കൊടുക്കാൻ പറ്റിയില്ല. കാരണം ചിന്തകൾ ഒരു നിയമത്തിന്റെ കീഴിലുള്ളതല്ല. അപ്പൊ അതുകൊണ്ട് അത് വിശ്വാസം എന്ന് പറയുമ്പോൾ ആ രീതിയിൽ അതിനെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഈ മുസ്ലിം ബോറ സമുദായം, അതൊരു മുസ്ലിങ്ങളിൽ ഇപ്പൊ ഹിന്ദുക്കളിൽ സമുദായമുള്ളതുപോലെ ക്രിസ്ത്യനിലും മുസ്ലിമിലും സമുദായമുണ്ടെന്ന് നമുക്കറിയാം. അതിൽ ബോറ വിഭാഗത്തിൽ അവർ കൂടുതൽ വടക്കേ ഇന്ത്യയിലാണ് താമസിക്കുന്നത്. ആ വിഭാഗത്തിൽ സ്ത്രീകളിൽ ചേലാകർമ്മം എന്ന് പറയുന്ന ഒരു സുന്നത്ത് എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ച് ആഫ്രിക്കയിലെ പല ഗോത്രങ്ങൾക്കിടയിൽ നടക്കുന്ന ഒരു സമ്പ്രദായം ഇപ്പോഴുമുള്ളത്. വാസ്തവത്തിൽ ഒരു കാര്യമുള്ള അറബ് രാജ്യങ്ങളിലെ ഗോത്രങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു ആചാരമാണ് ഇപ്പൊ മതപരമായിട്ടുള്ളൊരു ചടങ്ങായിട്ട് നമ്മൾ കൊണ്ടുപോകുന്നത്. അതെ, ഈ പറയുന്ന സംഭവം ഈ ഖുറാനില് ഇത് ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടില്ലെന്ന് പോലും പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരുടെ സമൂഹത്തിൽ മൈനറായ ഒരു കുട്ടിയുടെ ശരീരത്തിൽ ഇത്തരം ഒരു വിക്രി ചെയ്യുവാനായിട്ട് ആരാണ് നിങ്ങൾക്ക് കല്യാണമായിട്ടാണ് നടക്കുന്നത്? സുന്നത്ത് കല്യാണമായിട്ടാണ്. അപ്പൊ ഇത് ആരാ ഈ സ്വാതന്ത്ര്യം കൊടുക്കുന്നത്? ഒരു മൈനറിന്റെ ശരീരഭാഗം മുറിച്ചു മാറ്റുക എന്ന് പറയുന്നത് അത് അയാളുടെ ഹ്യൂമൻ റൈറ്റിനെ വയലേറ്റ് ചെയ്യുന്നതാണ്. അവന് പ്രായപൂർത്തിയാകുമ്പോൾ മതപരമായി ഇങ്ങനെ ഒരു കാര്യമുണ്ടെങ്കിൽ അവനല്ല അവൾ തീരുമാനിക്കട്ടെ. എനിക്ക് തോന്നുന്നു മാഷെ, ഞാൻ ഇടപെട്ടോട്ടെ, ഈ ദൈവം തന്നിരിക്കുന്നതെല്ലാം മനുഷ്യന്റെ വംശത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ സെക്സിനോട് മനുഷ്യൻ ആകൃഷ്ടനാവുന്നത് അത് നല്ലൊരു സെൻസേഷൻ തരുന്നതുകൊണ്ടാണ്. ഈ സെൻസേഷൻ തരുന്നതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു പങ്ക് വഹിക്കുന്നത് അവിടുത്തെ നമ്മുടെ ഇന്ദ്രിയങ്ങളിലെ ത്വക്ക് ഭാഗമാണ്. ആ ഇന്ദ്രിയത്തിലെ പ്രത്യേക ഇന്ദ്രിയത്തിലെ ജനനേന്ദ്രിയത്തിലെ ത്വക്ക് ഭാഗമാണ്. ആ ഭാഗം മുറിച്ചു കളയുമ്പോൾ ആ സെൻസേഷൻ ഇല്ലാതാവുകയും പിന്നെ അവന്റെ വികാരം അതുപോലെ നിലനിൽക്കുകയും ചെയ്യും. മനസ്സിന്റെ അല്ലെങ്കിൽ നെർവ് കട്ട് ചെയ്തിട്ടില്ല, നെർവിന്റെ വികാരം അതുപോലെ നിലനിൽക്കുന്നുണ്ട്. അവൻ അതിൻ്റെ ഒരു സംതൃപ്തിക്ക് വേണ്ടിയുള്ള ഒരു തൃഷ്ണ ഉണ്ടാവും. അത് ശമിപ്പിക്കാൻ ഇത് പര്യാപ്തമാകാതെ വരുമ്പോൾ വളരെ റഫായിട്ടുള്ള പരുക്കനായുള്ള മാർഗങ്ങളിലേക്ക് പോകും. അപ്പോൾ പിന്നെ അത് ഒരു പക്ഷേ സ്വവർഗ ലൈംഗിക സംഗമത്തിലേക്കും അങ്ങനെയുള്ള പ്രകൃതി വിരുദ്ധ മാർഗങ്ങളിലേക്കും പോകുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് ഒരു സയന്റിഫിക്കായിട്ടും കൂടി സമീപിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ വിശ്വാസം എന്ന് പറയുമ്പോൾ ശാസ്ത്രവും വിശ്വാസവും എപ്പോഴും രണ്ടാണ്. അതെ, വിശ്വാസത്തിൽ ശാസ്ത്രത്തെ കൊണ്ടുവരുമ്പോൾ പലപ്പോഴും ഇത് തമ്മിൽ മോരും മുതിരയും പോലെ പരസ്പരം വേറിട്ട് നിൽക്കും. പക്ഷെ എങ്കിലും കോടതി അതിലൊരു സൂക്ഷ്മമായ നിലപാട് സ്വീകരിക്കണം. വിശ്വാസത്തെ സംരക്ഷിച്ചുകൊണ്ട് അത് എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് തീരുമാനിക്കേണ്ടതാണ്. മനുഷ്യാവകാശ പ്രശ്നം അല്ലെങ്കിൽ വിവേചനം എന്ന് പറയുമ്പോൾ ഹിന്ദുവിൽ മാത്രമോ ക്രിസ്ത്യാനിയിൽ മാത്രമോ മുസ്ലിമിൽ മാത്രമോ ഉള്ളതല്ല. ഭരണഘടനയുടെ കീഴിൽ ഈ 3 മതവിഭാഗങ്ങളും ഉള്ളപ്പോൾ എന്നാൽ അതോടൊപ്പം തന്നെ ഈ പ്രത്യേക അവകാശങ്ങളുമുണ്ട് മതപരമായിട്ട്, അതും ഭരണഘടന വിഭാവനം ചെയ്യുന്നതാണ്. അപ്പൊ ഇത് തലനാരിഴകീറി പരിശോധിക്കേണ്ടതാണ്. ഭരണഘടന മതപരമായി കൊടുക്കുന്ന ഉറപ്പുകളെ ലംഘിക്കാനും പാടില്ല, എന്നാൽ തുല്യനീതി എന്ന് പറയുന്നത് ഇവിടെ വരികയും വേണം. ഞാനൊരു ശാസ്ത്രജ്ഞൻ എഴുതിയ ഒരു ലേഖനമുണ്ട്. ആഫ്രിക്കയിലെ സ്ത്രീകളിലെ ഈ കർമ്മം വളരെ ക്രൂരമായിട്ടാണ് ഇത് ചെയ്യുന്നത്. സ്ത്രീകളിൽ, പുരുഷന്മാരിലെ കാര്യമല്ല. ആ ചെയ്യുന്നതോടുകൂടി തന്നെ അവരെ ഏതാണ്ട് ഫ്രിജിഡായിട്ട് തീരുക. ഫ്രിജിഡ് എന്ന് പറഞ്ഞാൽ വികാരമേ ഇല്ലാത്ത ആളുകളായിട്ട് അങ്ങ് തീരുക. അപ്പോൾ അത് അവിടെ വലിയൊരു സ്ത്രീ അവകാശ ലംഘനം നടക്കുന്നില്ലേ വാസ്തവത്തിൽ? അല്ല, അതാ പറഞ്ഞത്, അവകാശ ലംഘനം ഉള്ളപ്പോൾ തന്നെ അവകാശങ്ങളുമുണ്ട് മതപരമായ വിശ്വാസം. അപ്പൊ ഇത് നമ്മള് സുപ്രീം കോടതി അവിടെ നമുക്ക് തോന്നുന്നത്, എനിക്കൊരു പരിഹാരമായിട്ട് ഡിറ്റർമിനേഷൻ, ഇത് തീരുമാനിക്കാനുള്ള അവകാശം കൊടുക്കുക. പ്രായപൂർത്തിയായാലും ഇതൊക്കെ ചെയ്യാമല്ലോ. ശരി, പക്ഷെ അവിടെയും നമ്മൾക്കിതിങ്ങനെ പറയാമെങ്കിലും നമുക്ക് പറയാം, കോടതി വിശ്വാസത്തെ കാണുന്നത് ഈ പ്രായപൂർത്തി വെച്ച് തന്നെയാണോ എന്ന് ചിന്തിക്കണ്ടേ? അത് ഒരു കൊച്ചുകുട്ടിക്കും വിശ്വാസമുണ്ട്, അവന്റെ വിശ്വാസത്തെയും കോടതി സംരക്ഷിക്കണം. കൊച്ചുകുട്ടിയുടെ വിശ്വാസത്തെ അതിന്റെ അച്ഛൻ പ്രായപൂർത്തിയാകുന്നവരെ സംരക്ഷിക്കണം എന്നുള്ളതല്ലോ. കുട്ടി ഒരു മൈനർ ആണെങ്കിലും അയാൾ ഒരു ഇൻഡിപെൻഡന്റ് പേഴ്സണൽ ആയിട്ട് കണക്കാക്കാൻ പറ്റണം നിയമത്തിന്. അവിടെയാണ് നിയമത്തിന്റെ സാധുത എന്ന് പറയുന്നത്. അപ്പൊ അതെല്ലാം സങ്കീർണമായ ഒരു വിഷയം, വളരെ സങ്കീർണമായ. അതാണ് അദ്ദേഹത്തിന്റെ പരാമർശം കൂടുതൽ ജനശ്രദ്ധയിലേക്ക് വരാൻ കാരണം. അദ്ദേഹം മറ്റൊന്നുകൂടെ പറയുന്നുണ്ട്, ഈ മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് വിലക്കുണ്ട്, അത് മാറ്റണമെന്ന് പറഞ്ഞുള്ള ഹർജികളും ഇതോടൊപ്പം വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും. കൂടാതെ ഈ പാർസി സമുദായത്തില് പാർസികളിലെ സ്ത്രീകൾ അന്യമതസ്ഥരെ വിവാഹം കഴിച്ചാൽ അവരുടെ ക്ഷേത്രങ്ങളിൽ പ്രവേശിപ്പിക്കുകയില്ല എന്നൊരു ആചാരമുണ്ട്. പാർസി സ്ത്രീകൾക്ക് അന്യ മതസ്ഥനെ വിവാഹം കഴിച്ചു എന്നൊരു തെറ്റേ ചെയ്തിട്ടുള്ളൂ, പക്ഷെ അവർക്ക് പ്രവേശിക്കില്ല. ചിലയിടങ്ങളിൽ പാർസി സ്ത്രീകളെ
പ്രവേശിപ്പിക്കാത്ത ക്ഷേത്രങ്ങളും ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവയ്ക്കും പരിഹാരം ഉണ്ടാക്കണം. അപ്പൊ ശബരിമലയിൽ മാത്രമല്ല തുല്യതയോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ സ്ത്രീയോ പുരുഷനോ ഒന്ന് ചോദിക്കേണ്ടത്, അത് എല്ലായിടത്തും ചോദിക്കും. ഹിന്ദുവിന് മാത്രം അങ്ങനെ നവോത്ഥാനം വന്നാൽ, അല്ലെങ്കിൽ ഹിന്ദുവിനെ മാത്രം ഭരണഘടനയുടെ കീഴിൽ കൊണ്ടുവരുമ്പോൾ വേറെ ചോദ്യങ്ങൾ ഇനിയും ഉയർന്നു വരും. അപ്പൊ അദ്ദേഹം 3 മതവിഭാഗങ്ങളെയും അല്ലെങ്കിൽ ഇതിൽ ഉൾപ്പെടുന്ന മതവിഭാഗങ്ങളെ എല്ലാവരെയും തുല്യതയുടെ ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരാനാണ് നിയമപരമായിട്ട് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും അത് വളരെ നല്ലൊരു കാര്യമാണ്. ഇത് തീർച്ചയായിട്ടും എത്ര വർഷം എടുക്കും ഇതിൻ്റെ ഒരു വിധി പറയുന്നത്? നിങ്ങൾ പറഞ്ഞ പോലെ ഒരു സമുദ്രം പോലെ കിടക്കുകയാണ് കേസുകൾ, അതിനുവേണ്ടിയാ പരിഹാരം. പക്ഷേ ഈ കേസാണെങ്കിലും ഇതിൻ്റെ ഒരു വിധി വരാൻ എത്ര സമയം? അദ്ദേഹം ഇപ്പോൾ 9 അംഗ ബെഞ്ച് രൂപീകരിക്കുകയാണ്, അതിലേക്ക് ഈ കേസുകൾ മാറ്റുകയാണ്. അപ്പൊ ഭരണഘടനാ സ്വഭാവമുള്ള കേസുകളാണ് ഇതെല്ലാം. അപ്പൊ ഇത്തരം കേസുകൾ കേൾക്കുമ്പോൾ വിശാലമായ ബെഞ്ച് തന്നെയാണ് കേൾക്കേണ്ടത്. ഇപ്പൊ നമ്മൾക്കറിയാമല്ലോ, ഈ കൂറുമാറ്റ കേസൊക്കെ വരാറുണ്ട്. 2 സംസ്ഥാനങ്ങളിലെ റിസോർട്ട് രാഷ്ട്രീയം സാറിന് അറിയാമല്ലോ. അങ്ങനെ കൊണ്ടുപോയി താമസിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിയന്തരമായിട്ട് സാധാരണ സുപ്രീം കോടതി കേൾക്കാറുണ്ട്. അല്ല, ഇപ്പൊ ഒരു എത്ര നാളിനകം ഇതിനൊരു സമയബന്ധിതമായിട്ടാണ് ഒരു 3 മാസത്തിനുള്ളിൽ ഇതിന്റെ കുറെ നടപടിക്രമങ്ങളുണ്ട്. കാരണം സ്റ്റേറ്റുകളോട് അവരുടെ അഭിപ്രായം ചോദിക്കണം. ആ അഭിപ്രായം ചോദിച്ചിട്ട് അത് കേൾക്കണം. അതോടൊപ്പം തന്നെ അപ്പീർ ചെയ്യാനുള്ള ഡേറ്റ് ഇവർക്ക് കൊടുക്കണമല്ലോ. ഇതെല്ലാം നോക്കിയിട്ട് ഈ ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കുമ്പോൾ ഇവരെല്ലാം വിവിധ കോടതികളിൽ വാദം കേൾക്കുന്നവരാണ്. അപ്പൊ അവരുടെ അവൈലബിലിറ്റി എല്ലാം നോക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്. എന്തായാലും ഇത് ഒരു തീരുമാനമായിട്ട് വന്നാൽ സാമുദായികമായ ചില പ്രക്ഷോഭങ്ങൾക്ക് ഒരുപക്ഷെ സാധ്യതയുണ്ടാകും. ഗവൺമെന്റ് അപ്പോൾ ഷബാനു കേസിൽ രാജീവ് ഗാന്ധി നിയമനിർമ്മാണം നടത്തിയ പോലെ അതിനെ മറികടക്കാൻ നിയമനിർമ്മാണം നടത്തേണ്ടി വരുമോ തുടങ്ങിയതെല്ലാം വളരെ ഗംഭീരമായ വിഷയമാണ്. എന്നാലും ഒരു 3 വർഷത്തിനകം ഉണ്ടാകുമെന്ന് അത്രയൊന്നും നീണ്ടുപോവുകയില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 9 അംഗ ഭരണഘടന വെച്ച് തീരുമാനിച്ചു. അല്ല, ഇതിലെ കക്ഷികൾ ഒരുപാട് കാണും, അവരെല്ലാം അതെ, അത് ഒറ്റ ഇതിന്റെ ഫസ്റ്റ് ഇനിഷ്യൽ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ഉടനെ തന്നെ ഉണ്ടാകും. പക്ഷെ എന്നാൽ ഒറ്റ സിറ്റിംഗ് കൊണ്ട് തീരുന്ന ഒരു കാര്യമല്ലല്ലോ. പല വിധികളുണ്ടാകും, അതേപോലെ തന്നെ പല മതപരമായ നിയമങ്ങളുണ്ടാകും, വാദങ്ങളും പ്രതിവാദങ്ങളും തെളിവുകളും, അതേപോലെ തന്നെ ആഗോളതലത്തിലുള്ള പല കാര്യങ്ങളും. മനുഷ്യാവകാശം ലോകത്ത് എല്ലായിടത്തും ഒരുപോലെയുണ്ട്. അത്രയും ഡോക്യുമെന്റുകളും എല്ലാം പഠിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും. പക്ഷെ ഈ തീരുമാനം ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിലെ ഈ നീതിന്യായ വ്യവസ്ഥയിൽ ഒരു നാഴികക്കല്ലായി മാറാൻ സാധ്യതയുള്ള ഒരു വാക്കാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം. തീർച്ചയായിട്ടും അത് എല്ലാവരും അത് ഉൾക്കൊള്ളണം. അതുപോലെ തന്നെ അത് കോടതിയുടെ വിധി വന്നാൽ പിന്നെ അതിന് സമരം നടത്തുക എന്ന് പറയുന്നത് ജനാധിപത്യ അത് ശരിയായ രീതിയല്ല. അല്ല, അപ്പൊ ഒരു കാര്യം കൂടെയുണ്ട് സാറേ, ഈ കോടതി വിധി പറയുന്നതിന് മുൻപ് മറ്റൊരു കാര്യം നോക്കണം. ഇപ്പൊ തമിഴ്നാട്ടിൽ ജല്ലിക്കെട്ട് നിരോധിച്ചു. അവിടെ തമിഴന്മാര് ഇറങ്ങി ജല്ലിക്കെട്ട് അവർ നടത്തുന്നുണ്ട്. കേരളത്തിലെ ആനയെ, അതായത് നാട്ടാന പരിപാലന നിയമം എന്നും പറഞ്ഞൊരു നിയമമുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കന്നുകാലികളെ നടത്തിക്കൊണ്ടു പോകാൻ പാടില്ല, മറച്ച ടാർപോളിൻ ഇട്ടൊക്കെ മറച്ച് സുരക്ഷിതമായിട്ട് കൊണ്ടുപോകണമെന്നൊക്കെ ഉണ്ട്. ഇതൊക്കെ ഭയങ്കര നിയമങ്ങളാണ്. എന്നാൽ ഈ കന്നുകാലികളെ കൊല്ലുന്നതിന് എന്താ നിയമം? തീർച്ചയായിട്ടും ഒരു ദിവസം കേരളത്തിൽ സ്ലോട്ടർ ചെയ്യുന്നത് എത്രമാത്രം മൃഗങ്ങളെയാണ്, അതിപൈശാചികവും ക്രൂരവുമായിട്ട്. അതിനൊരു ശാസ്ത്രീയ സംവിധാനം, അവരെ വേദനയില്ലാതെ കൊല്ലാനുള്ള സംവിധാനം വിദേശങ്ങളിലുണ്ടെങ്കിൽ അത് കേരളത്തിലില്ല. കേരളത്തിൽ ഇന്നും അറുത്ത് അതിന്റെ ജീവൻ പിടഞ്ഞ് പൈശാചികമായ വേദന അനുഭവിച്ചാണ് മരിക്കുന്നത്. നമ്മളിപ്പോ പക്ഷിപ്പനി വരാൻ എന്താ കാര്യം? പക്ഷികളെ കൂട്ടമായിട്ടിട്ട് വളർത്തുകയാണ്. രാത്രിയിലെ അത് അവരുടെ അവകാശം, മനുഷ്യാവകാശങ്ങൾ നമ്മൾ പറയുന്നു. രാത്രിയിൽ വിട്ട് തീറ്റിയിട്ട് ഉറങ്ങാൻ സമ്മതിക്കാതെ തീറ്റി കൊഴുപ്പിച്ച് അങ്ങനെ ഉണ്ടാക്കുന്നതിന്റെ ഫലമായിട്ട് ഈ പക്ഷിപ്പനി അത് അതിന്റെ ജൈവ സിസ്റ്റത്തിൽ വളർന്നില്ലെങ്കിൽ ഇതൊക്കെ സംഭവിക്കും. ഇതിന്റെ ഫലങ്ങളാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ വേദനകൾ നമ്മൾ കാണുന്നില്ല. പക്ഷി കൂടുകളിലിട്ട് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന പക്ഷികൾ പ്രകൃതി വായുവിലൂടെ പറന്നു നടക്കുന്നത്. അതെ, അനന്തമായ ആകാശത്തിലൂടെ പറക്കാനുള്ള ചിറകും അതിന്റെ ആ സ്വാതന്ത്ര്യവും നമ്മൾ അരിഞ്ഞു കളയല്ലേ. ഒരുപാട് പ്രശ്നങ്ങൾ. മേനകാ ഗാന്ധി മാത്രമേ ആ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തിയിട്ടുള്ളൂ അല്ലേ. ഓക്കെ, നമുക്കിത് സമയം കഴിയുന്നത് കൊണ്ട് നമുക്ക് ഇതിന്റെ വിശാലമായ ആകാശത്തിലൂടെ പറക്കണ്ട. നമ്മുടെ ഈ സമയത്തിന്റെ പരിമിതിയാകുന്ന കൂട്ടിൽ സ്വയം അടയ്ക്കാം. ഓക്കെ. ABC ന്യൂസിന് മലയാളത്തിൽ മാത്രമല്ല സംസാരിക്കാൻ അറിയാവുന്നത്, പറയാൻ അറിയാവുന്നതും. അതിന് ഹിന്ദിയും കൂടി ഉണ്ട്. ഒരു ABC ഹിന്ദി ന്യൂസ് ചാനലുണ്ട്, ABC ഹിന്ദി ന്യൂസ്. അത് കാണുക. ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ABC ഹിന്ദി ന്യൂസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.